കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ 5.3 ക്ലോസ് 5.3 ക്ലോസിൽ പറയുന്നത് ഈ തുറമുഖത്തിൻ്റെ ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും പൊതുമേഖലയ്ക്കോ സ്വകാര്യ മേഖലയ്ക്കോ മറ്റാർക്കെങ്കിലും നിക്ഷേപത്തിനോ ഓഹരിയോ കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ആ ക്ലോസിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നത്. ആ വ്യവസ്ഥ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ 49% ഓഹരികൾ MSC വാങ്ങുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ എങ്ങനെ വന്നു? സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, മറുപടിക്കകത്ത് അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ലെന്ന് പറയുമ്പോൾ കണക്കുകൾ കൂട്ടാതെയും യഥാർത്ഥത്തിൽ പരിശോധിക്കുക എങ്ങനെയാണ് നഷ്ടം വരില്ല എന്ന് പറയുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി 3 കാര്യങ്ങൾ അതിനകത്ത് കാണണ്ടേ. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി അതിപ്രധാനമല്ലേ? പഹൽഗാം പോലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് ഉണ്ടായിക്കൂടെ? അതിനവസരമുണ്ടാക്കാവോ ഇത്തരം കുത്തകവൽക്കരണത്തിലൂടെ? 2, പ്രാദേശിക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഈ രംഗത്ത്? കൃത്യമായി ആ കാര്യത്തെ സംബന്ധിച്ചോളം വ്യക്തത വേണ്ടേ? 3, നമുക്ക് വരുന്ന ധനനഷ്ടം. അതോടൊപ്പം തന്നെ മറ്റ് കപ്പൽ കമ്പനികളൊന്നും ഇങ്ങോട്ട് വരാൻ, ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ തീരത്തേക്ക് വരാതിരിക്കാൻ ഇടവരുന്നതോടെയല്ലേ ഈ കുത്തകവൽക്കരണം? ഇങ്ങനെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് പഠനം നടത്താതെയും അത് സംബന്ധിച്ച് തീർക്കാതെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് കടന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എങ്ങനെ നഷ്ടം വരില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകാതെ വരുന്നു. അപ്പോൾ പരിശോധിച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങി ഒരു നാടകം കളിക്കലല്ലേ? ജനങ്ങളെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വിഡ്ഢികളാക്കുന്ന രൂപത്തിലേക്കല്ലേ അതിൻ്റെ മറുപടി വന്നിട്ടുള്ളത്?